അപ്പോൾ കാലത്ത് എണിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറാറുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ വിളക്ക് കത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി ഇതായിരുന്നു ചായ വെക്കണേ. അങ്ങനെ ചായ വെച്ചു. ചായയിലൊക്കെ ഇട്ട് ചായ വെച്ചിട്ട് അതിന് ശേഷം ഇതായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് എന്താണ് ചായക്കെന്ന് ആലോചിച്ചപ്പോൾ ഇതാ പുട്ടുണ്ടാക്കാമെന്ന് തോന്നി. അപ്പോൾ അതാ പുട്ടുപൊടി എടുത്തു. കുഴയ്ക്കുമ്പോഴേക്ക് ഇതേ നമ്മുടെ ചായ തിളച്ചു കിട്ടാം. അപ്പോൾ അതായത് പുട്ടിലേക്കുള്ള പൊടി കുഴയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നാളികേരം ചെരിക്കുക, അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് മിക്സ് ചെയ്തു ഞാൻ. അതിന് ശേഷം പൊടിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് പൊടി നന്നായി കുഴച്ച് പുട്ടുപൊടി നന്നായി കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പുട്ടിനുള്ളതായിട്ട്. അങ്ങനെ ഞാൻ പുട്ട് വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ട്. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് പുട്ടും ചായയും പപ്പടം പഴമൊക്കെ കൂടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയിൽ നിൽക്കാം ഞാൻ. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം അപ്പം ചേട്ടൻ എണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ തന്നെ എടുത്തിട്ട് വേഗം ആളെ വെയിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങും. അപ്പം ഞാൻ വേഗം ചായ എടുത്ത് ഞാൻ കഴിക്കായിരുന്നു. അതായത് പുട്ടും പപ്പടം പഴം കൂടിയിട്ട് കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ തരാം പഴം പപ്പടം പുട്ടൊക്കെ കൂടി ഇതേ കൂട്ടി കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തൊരു സൂപ്പർ ടേസ്റ്റാന്നാ. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? പപ്പടം പഴം പുട്ടും കൂടിയിട്ട് ഈ മൂന്നും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, ബൈ.